പുത്തുമല ദുരന്തബാധിതരെ താമസിപ്പിച്ച ഹർഷം പുനരധിവാസ പദ്ധതിയിലെ താമസക്കാരാണ് പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. മാതൃഭൂമിയാണ് ഈ പദ്ധതിക്കായി 7.5 ഏക്കർ ഭൂമി വാങ്ങി സർക്കാരിന് കൈമാറിയത്. മാതൃഭൂമി ചാരിറ്റബിൾ ട്രസ്റ്റ് വാങ്ങിയ ഭൂമി സർക്കാരിന് കൈമാറി സർക്കാർ ഈ ദുരന്തബാധിതർക്ക് പതിച്ചു കൊടുക്കുകയായിരുന്നു. 52 വീടുകൾ നിർമ്മിക്കാനായിരുന്നു പദ്ധതി. 49 വീടുകൾ ഇതിനോടകം നിർമ്മിച്ച് കൈമാറുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ വീടുകളുടെ ഗുണനിലവാരം സംബന്ധിച്ച് സന്നദ്ധ സംഘടനകളാണ് സർക്കാരിന് വേണ്ടി ഈ വീടുകൾ നിർമ്മിച്ചത്. വീടുകളുടെ ഗുണനിലവാരവുമായി ബന്ധപ്പെട്ട വലിയ പരാതി ഉയർന്നിരുന്നു. ഇപ്പോൾ ഇവർ പറയുന്നത് വീടുകൾ നമുക്ക് ലഭിച്ച അടുത്ത മഴക്കാലം മുതൽ തന്നെ ചോർന്നു തുടങ്ങിയിരുന്നു. അത് പരിഹരിക്കാൻ പലതവണ ജില്ലാ ഭരണകൂടവുമായും മറ്റ് അധികൃതരുമായും ഒക്കെ മീറ്റിങ്ങുകൾ നടത്തിയെങ്കിലും അതിനൊരു പരിഹാരവുമായിട്ടില്ല. അതിനിടെയാണ് ഇവരുടെ പൊതു ആവശ്യങ്ങൾക്കായി മാറ്റിവെച്ചതാണ് ഈ സ്ഥലം. 2 ഏക്കറോളം ഭൂമി, കളിസ്ഥലം, അംഗനവാടി, ഹെൽത്ത് സെന്റർ തുടങ്ങിയവ നിർമ്മിക്കാമെന്ന വാഗ്ദാനം നൽകി മാറ്റിവെച്ചതാണ്. ആ സ്ഥലം ഇപ്പോൾ അതിദരിദ്രരിലെ ഭവനരഹിതരായ ആളുകൾക്ക് പതിച്ചു കൊടുത്തു എന്നൊരു വിവരമാണ് ഇവർക്ക് ലഭിച്ചത്. അവിടെ നിർമ്മാണം നടത്താനുള്ള, അവിടെ മണ്ണെടുക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ ഈ ദുരന്തബാധിതർ തടഞ്ഞിരിക്കുന്നത്. ഞങ്ങൾ ഓൾറെഡി വന്ന ഒരു ദുരിതത്തിലാണ്, ഇപ്പോഴുള്ള ഒരു ദുരിതത്തിലാണ്. ഇനി ഇവിടെ കൊണ്ടുവരുന്ന ആൾക്കാരെ ഒരു ദുരിതത്തിലോട്ടാണ് കൊണ്ടുവരുന്നത്. ഇത് നമ്മളെ രാംകുമാർ സാറ് സർക്കാരിന് വേണ്ടി എടുത്തു കൊടുത്തതാണ്. സർക്കാർ എടുത്ത ഭൂമിയല്ല, സർക്കാരിന് എടുത്തു കൊടുത്ത് 7 ഏക്കർ എടുത്തു കൊടുത്തിട്ട് പുത്തുമല ദുരിതബാധിതർക്കായി കൊടുത്ത ഭൂമിയാണിത്. ഇതിൽ സർക്കാർ ഞങ്ങൾക്ക് തന്നത് വെറും 4 ലക്ഷം റുപ്യ തന്നിട്ടുള്ളൂ. അത് ലൈഫിൽ ഉൾപ്പെടുത്തിയിട്ട് ഞങ്ങൾക്കും ഇതുപോലെ എല്ലാ ജീവനോപാധികളും നഷ്ടപ്പെട്ടു വന്ന ആൾക്കാരാണ്. ഞങ്ങൾക്ക് ടൗൺഷിപ്പാണ് അവർ പറഞ്ഞിരുന്നത്. ഇതിൽ ടൗൺഷിപ്പ് പോയിട്ട് വീടിനകത്ത് കിടന്നുറങ്ങണമെങ്കിൽ ഇപ്പോൾ ടാർപ്പായി വിരിക്കണം, എന്നാലേ വീടിനകത്ത് കിടന്നുറങ്ങാൻ കഴിയുന്നുള്ളൂ. ഇതിൽ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഷോക്ക് കാര്യങ്ങളൊക്കെയാണ്. ഒരു മഴ അങ്ങോട്ട് പെയ്ത് അടുത്ത ജില്ലാ ഭരണകൂടത്തിനുള്ള ഒരു നിർഭാഗ്യമായ ഭാഗ്യം വരുന്നത് പറഞ്ഞാൽ ഒരു റീത്തുമായിട്ട് ഹർഷം ഭൂമിയിൽ വരാം. ആരെങ്കിലും ഒരു 2 കുടുംബത്തിൽ ഇലക്ട്രിക് ഷോക്കോ അല്ലെങ്കിൽ ഭിത്തിയിടിഞ്ഞ് വീണിട്ട് സർക്കാരിനത് സമർപ്പിക്കാൻ പോവുകയാണ് ഞങ്ങൾ. എന്തായാലും തങ്ങളുടെ ആവശ്യങ്ങൾ, തങ്ങൾക്ക് നേരത്തെ സർക്കാർ നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കണമെന്ന ഒരു ആവശ്യം മാത്രമാണ് ദുരന്തബാധിതർ മുന്നോട്ട് വെക്കുന്നത്. അതിദരിദ്രർക്ക് ഭൂമി നൽകുന്നതിനൊന്നും ഇവർ എതിരല്ല. പുത്തുമല ദുരന്തബാധിതരായ ആളുകൾ തന്നെ ഇപ്പോഴും ഈ പദ്ധതിക്ക് പുറത്തുണ്ട്. അന്ന് വാസയോഗ്യമെന്ന് പറഞ്ഞ ചില വീടുകളിലൊക്കെ ആളുകൾ താമസിക്കുന്നുണ്ട്. പിന്നീട് അത് വാസയോഗ്യമല്ലെന്ന് കണ്ടെത്തുകയും അത്തരത്തിലുള്ള കുടുംബങ്ങളൊക്കെയുണ്ട്. അവരെയൊന്നും പരിഗണിക്കാതെ മറ്റ് വിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾക്ക് ഭൂമി പതിച്ചു നൽകുകയാണ് അധികൃതർ ചെയ്യുന്നത്. അതിനും തങ്ങൾ എതിരല്ല എന്നിവർ പറയുന്നു. പക്ഷേ തങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണം എന്നുള്ളതാണ് പുത്തുമല ദുരന്തബാധിതരുടെ ആവശ്യം. നമുക്ക് ഈ കാര്യങ്ങൾ പരിഹരിക്കാതെ ഈ ഭൂമിയിൽ ഒന്നും ചെയ്യാൻ ഞങ്ങൾ വിടില്ല. ഇത്രയും പാവങ്ങളെ ഈ ചോർന്നൊലിക്കുന്ന വീടിൻ്റെ പ്രശ്നം തീർക്കുക, ഒരു ചെറിയ അങ്കണവാടി, കുട്ടികൾക്ക് കളിക്കാൻ, ഇവിടെയുള്ള ഞങ്ങളെല്ലാവരും പൈസ എടുത്തിട്ട് ഈ ബുദ്ധിമുട്ടിൻ്റെ ഈ വിഷമത്തിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ 100-500 എടുത്തിട്ടാണ് കുട്ടികൾക്ക് കളിക്കാൻ ഒരു ചെറിയ സ്ഥലം. അത്രയും നമുക്ക് പറയാനുള്ളത് എന്താണ്, ഞങ്ങളുടെ കാര്യങ്ങൾ പരിഹരിക്കുക, എന്നിട്ട് ബാക്കിയുള്ളവരുടെ കാര്യം പരിഹരിക്കുക, അത്രേ ഉള്ളൂ. വേണുവിനൊപ്പം കമൽ, മാതൃഭൂമി ന്യൂസ്, വയനാട്.